ഇപ്പോൾ പറയാറുണ്ട് ബാഡ് ഐഡിയ ഗുഡ് ഐഡിയ. ബിസിനസ് എന്ന് പറഞ്ഞാൽ അതൊരു ബാഡ് ഐഡിയ ആണ്, ഗുഡ് ഐഡിയ ആണ്. പല ആൾക്കാരും ബിസിനസ്സിൽ പരാജയപ്പെടുന്നുണ്ട്. ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അത് നല്ലതാണെങ്കിൽ ഗുഡ് ഐഡിയ, തോറ്റാലോ ബാഡ് ഐഡിയ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ബിസിനസ്സുകാരോട് പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം, നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പണം നമുക്കറിയില്ല എന്തായി തീരാന്നുള്ളത്, പൊട്ടിയ ബാഡ് ഐഡിയ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സേഫായിട്ട് ലോൺ എടുത്തോ മറ്റുള്ളവർക്ക് കടം മേടിച്ച് ബിസിനസ് ചെയ്താൽ എന്താ പറ്റാമെന്നറിയോ? സ്ഥലം പുറണ്ടു വരും ബാഡ് ഐഡിയ കഴിഞ്ഞ്. കാരണം എന്താ? കടം മേടിച്ചവർക്ക് കൊടുക്കണം. അതേസമയം നമ്മൾ ഉണ്ടാക്കിയ പൈസ, ഞാനതാ പറഞ്ഞത്, ഞാൻ 2 കൊല്ലം റെസ്റ്റോറൻറ്റിൽ നിന്നിട്ട് പഠിച്ചിട്ട് അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന. അപ്പോൾ അതുകൊണ്ട് പൊട്ടിയാലോ ഒരു സമാധാനം പറയണ്ട. അതേസമയം ഇപ്പോൾ മിക്ക ബിസിനസ്സുകാരും കാണട്ടോ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് അവരുടെ വീട്ടുകാർ ഗിഫ്റ്റ് കൊടുക്കും, സ്വർണ്ണമായിട്ടോ എന്നേരും. ഇവർ വിചാരം ഈ സാധനം ബിസിനസ് ചെയ്യാനുള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ആ സ്വർണം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? അവർ അറിയാത്ത മേഖലയിൽ കൊണ്ട് ബിസിനസ് ചെയ്യും. ഇത് കുറച്ച് അവരോട് തീരുമാനവും. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ എന്തായി? ഇവൻ വീണ്ടും ഇതൊക്കെ കട്ടപ്പടം മുടക്കി ജോലിക്കും പോകും. ഈ പെണ്ണിൻ്റെ വീട്ടുകാരും പെണ്ണും എന്നും ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ്. എന്താ? എൻ്റെ സ്വർണ്ണം എവിടെ? എൻ്റെ അച്ഛൻ എൻ്റെ ബാപ്പനിക്ക് തന്നത് എവിടെ? അപ്പോൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മളെ ഐഡിയ ഗുഡ് ഐഡിയ നമുക്കറിയില്ല. അപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ സ്വന്തം കാലം നിന്ന് പൈസ ഉണ്ടാക്കിയാലോ, ഇറ്റ്സ് വെരി ബെറ്റർ. അപ്പോൾ എന്തായി? ബാഡ് ഐഡിയ പോട്ടേന്നേ.